ഹലോ ഹായ്. അപ്പം നമുക്കൊരു ഫാമിൽ പോയാലോ? അപ്പോൾ വീട്ടിലാണ് കേട്ടോ, വീടിൻ്റെ അടുത്ത് തന്നെ ഫാമാണ്. ഈ താത്ത കേട്ടോ കോഴിനെ വളർത്തുന്നത്. അപ്പോൾ താത്ത കോഴികളൊക്കെ കാണിച്ചു തരാം കേട്ടോ, ഏത് കോഴിയാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് നാടൻ കോഴിയാണ് ആവശ്യം. ആ താത്താൻ്റെ അടുത്ത് പല സൈസ് കോഴികളുണ്ട് കേട്ടോ, നാടൻ കോഴി, മുട്ടക്കോഴി, ഫാൻസി കോഴിയും പല കോഴികളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കൂടൊന്നുമല്ല, ഒരുപാട് കൂടുകളുണ്ട്. അവിടെയൊക്കെ കോഴികളാണ് കേട്ടോ. താത്ത കാണിച്ചു തരണം ഏതാ വേണ്ടത് ചോദിച്ചിട്ട് താത്തങ്ങനെ പിടിക്കാൻ വേണ്ടി നടക്കുകയാണ്. കോഴിനെ പിടിച്ച് മോനും ഉണ്ട് കൂടെ. അല്ലാതെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കോഴികൾ പോയിട്ട് താത്തക്ക് ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റില്ല. അതാ അവിടെയൊക്കെ കോഴികളാണ് കേട്ടോ, ഒരുപാട് കോഴികളാണ്. കോഴിക്കുട്ടികളുണ്ട്, പല ബിസിനസ്സുണ്ട് താത്താക്ക്. കോഴികളുണ്ട്, താറാവുണ്ട്, അതുപോലെ തന്നെ പ്രാവുണ്ട്, പൂച്ചകളുണ്ട്, മീനുകളുണ്ട്, ചെടികളുണ്ട്, എല്ലാ ബിസിനസ്സുണ്ട് താത്താക്ക്. പിന്നെ ഏതാ വേണ്ടതെന്ന് ചോദിച്ചിട്ട് പിന്നെ കോഴിനെ തന്നെ ഞങ്ങൾ തരുന്നിട്ടാ. അപ്പോൾ അതൊക്കെ താത്ത കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. നല്ല ഭംഗിയുള്ള പൂച്ചകളൊക്കെ ഉണ്ട് കേട്ടോ, ചെടികളായിട്ടും എല്ലാ താത്താൻ്റെ വീട്ടിലില്ലാത്ത സാധനങ്ങളില്ല കേട്ടോ. അങ്ങനെ താത്ത അടുത്ത കോഴിനെ തരികയാണ്. നമ്മൾ പറഞ്ഞു കൊടുത്ത കോഴിനെ പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം കേട്ടോ. ഇവിടെയൊക്കെ കോഴികളാണ്. ഒരു ഒരു 5-8 സെൻറ്റ് സ്ഥലത്ത് അതിൽ കോഴികൾ തന്നെ ആവും ഉണ്ടാവുക. അത്രയുണ്ട് കോഴികൾ കേട്ടോ. പല പല സ്ഥലത്തായതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെല്ലുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിപ്പോകും കേട്ടോ. ഇതൊക്കെ മേലെ കോഴികളാണ്. അതിലൊക്കെ കോഴിക്കൂട്ടിലൊക്കെ മുട്ടകളും കോഴിക്കുട്ടികളുണ്ട് കേട്ടോ. ഇപ്പോൾ വിരിഞ്ഞ് കുറച്ച് വലിപ്പം വെച്ച കുട്ടികളുണ്ട്. ഇപ്പോൾ ഏത് വേണമെങ്കിലും അവിടെ പോയാൽ കിട്ടും കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ കുറേ ആയിട്ട് കോഴിനെ വളർത്താൻ തുടങ്ങിയതാണ്, ഫാമുണ്ടെന്ന് പറയണേ. അങ്ങനെ കേട്ടോ ഇവിടെയൊക്കെ കോഴികളാട്ടോ. നമ്മൾ ഏതാണോ ഇഷ്ടമുള്ളത് കാണിച്ചു കൊടുക്കുകയാണ്. ചേവലും പെടയും കുട്ടികളും വലുതും ചെറുതും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെതാ അടുത്ത കോഴിനെ തരികയാണ് കേട്ടോ. അപ്പം മേലേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പം താഴ്ന്ന ആളെ കാണുമ്പോൾ മേലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അതാ ഇനിയൊരു പെടക്കോഴിനെയാണ് നോക്കുന്നത് കേട്ടോ. ചേവലിനെ കിട്ടിയാണ്, ഇനി പെടക്കോഴിനെയാണ് നോക്കുന്നത്. താത്ത പിടിക്കാൻ പോയതാ കേട്ടോ. പിന്നെ ഇവിടെ താറാവാണ് കേട്ടോ. താറാവുകൾ വലുതുമുണ്ട് കുട്ടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ വിരിഞ്ഞിട്ട് കുറച്ച് വലുപ്പമായ കുട്ടികളുണ്ട്. അവർക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു കുളം പോലെ ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലെ കൂട്ടിൽ നിന്ന് വിട്ടാൽ നേരെ അവരിങ്ങോട്ട് പോരും. എന്നിട്ട് ഇവിടെ വന്നിട്ട് കുളിച്ച് ഇതൊക്കെ ആയിട്ട് പിന്നെ വൈകിട്ടാണ് അത് കയറുകയാണ് കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങളെ കോഴിനെ താത്ത കാലൊക്കെ കെട്ടിയിട്ട് ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് കേട്ടോ. താത്ത പിടിക്കുകയാണ്. അപ്പോൾ കാലൊക്കെ കെട്ടി ഇതാക്കി വെച്ചിരുന്നു, അതിലിട്ട് ചാക്കിലിട്ട് വെച്ചാണ്. അത് മോന് താത്ത കോഴിനെ കൊടുക്കുക. ഇതാണ് ആളിട്ടോ, ഈ താത്തേനെ കോഴിനെ വളർത്തുന്ന ആളിട്ടോ. കോഴിന്നല്ല, ചെടികളും എല്ലാ സാധനവും താത്തയെ വളർത്തുന്നത്. അപ്പോൾ താത്ത കോഴിക്ക് തീറ്റയ്ക്ക് വേണ്ടിയിട്ട് വാരിത്തരിക കേട്ടോ. അത് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തോനുണ്ടാവും. അപ്പോൾ അത് കോഴികൾക്ക് വാരിയിട്ട് കൊടുത്താൽ മതി പറഞ്ഞിട്ട് താത്ത അത് വാരിയിട്ട് കവറിലാക്കി തരികയാണേ. അങ്ങനെ അത് കവറിൽ ഇട്ട് കേട്ടോ. അത് വീട്ടിൽ തന്നെയാണ് കേട്ടോ. അത് ആ നീല റമ്മൊക്കെ വേസ്റ്റുകൾ ഇട്ടേക്കുന്നതാണ്, കോഴികൾക്ക് പുഴുങ്ങിയിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങൾ കോഴിനതാ കൂട്ടിലേക്ക് ഇടുക കേട്ടോ. മോനെ കൂടൊക്കെ വൃത്തിയാക്കിയിട്ടാ ഞങ്ങൾ വാങ്ങിയ കോഴികളിതാ 4 എണ്ണം ഉണ്ട് കേട്ടോ. ഒരു